അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലാണ് നാം ഉള്ളത്. അറഫ മൈതാനിയിലേക്ക് ജനലക്ഷങ്ങളായ ഹാജിമാർ തമ്പടിക്കാൻ പോവുകയാണ്. ഹജ്ജിലെ ഏറ്റവും പുണ്യകർമ്മം അറഫയിൽ നിൽക്കലാണ്. പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജ 8, 9 ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പ് ആരും തന്നെ പാഴാക്കി കളയരുത്, ഒഴിവാക്കരുത്. അത്രയ്ക്കും പുണ്യം നിറഞ്ഞ നോമ്പുകളാണ് അത്. ദുൽഹിജ്ജ 8 സുന്നത്ത് നോമ്പ് നോറ്റാനുള്ള പ്രതിഫലം പറയാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ദുൽഹിജ്ജയിലെ 8ാമത്തെ നോമ്പ് അനുഷ്ഠിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അല്ലാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. അത്രയ്ക്കും പ്രതിഫലം നിറഞ്ഞതാണ് ദുൽഹിജ്ജ 8 നോമ്പിന്റെ പ്രതിഫലം. എന്നാൽ ദുൽഹിജ്ജ 9 അഥവാ അറഫ ദിവസത്തെ നോമ്പ് നോറ്റാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മുമ്പുള്ള ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും മുഴുവൻ പാപങ്ങൾ പൊറുക്കാൻ അറഫ നോമ്പ് കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ ഹദീസ് വ്യാഖ്യാനിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, അറഫ നോമ്പ് നോറ്റാൽ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടുമെന്നതിനാൽ ഒരു വർഷം കൂടി ആയുസ് അവന് നീട്ടിക്കിട്ടുമെന്ന് മഹാനവറുകൾ പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദീർഘായുസ് വേണ്ടവർ അറഫ നോമ്പ് നോൽക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസവും കൂടിയാണ് അറഫ ദിനം. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖൈറു ദുആഇ ദുആഉ യൗമിൽ അറഫ. ഏറ്റവും നല്ല പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. അതിനാൽ എല്ലാവരും അറഫ നോമ്പ് നോൽക്കുക. റമളാനിൽ ഖളാ ആയ നോമ്പും ഇതിന്റെ കൂടെ കരുതുക. പാപങ്ങൾ പൊറുക്കപ്പെടും, ദുആ സ്വീകരിക്കും. ഒരു വർഷം കൂടി ദീർഘായുസ് അവന് ലഭിക്കും. എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി സാധുവായ ഞാനും ദുആ ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.